നമസ്കാരം. ജേർണി ടെക് കുക്കറി വ്ലോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ജിയോ മീറ്റ് എന്ന ആപ്ലിക്കേഷനാണ്. നമ്മളുടെ റിലയൻസ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ജിയോ മീറ്റ്. മുമ്പത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും സൂം ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ സൂം ആപ്ലിക്കേഷൻ ഒരു ചൈനീസ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച 59 എണ്ണത്തിൽ സൂം ആപ്ലിക്കേഷൻ ഉൾപ്പെടുന്നത് കൊണ്ട് നമുക്കൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിലയൻസ് കൊണ്ടുവന്ന ഈ ജിയോ മീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും സൂമിന്റെ സെയിം ടൈപ്പ് ഓറിയന്റേഷൻ ആണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും, അത് ഉപയോഗിച്ചവർക്ക് പ്രശ്നങ്ങൾ വരത്തില്ല. പുതിയ ആൾക്കാർക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ ഇന്നത്തെ വിഷയം ജിയോ മീറ്റിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മുമ്പിലുള്ള സൂം ആപ്ലിക്കേഷൻ പോലെ തന്നെ 100 പേരെ നമുക്ക് ഒരു മീറ്റിംഗിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യാം എന്നതിലുപരി, അതിലും മേലെയായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ സെഷൻ, ഒരു ക്ലാസ് ആയാലും ഒരു മീറ്റിംഗ് ആയാലും നിങ്ങൾക്ക് ഒരു 24 മണിക്കൂറോളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല ഫ്രീ ഓഫ് കോസ്റ്റിൽ. മറ്റേത് അങ്ങനെയല്ല. നിങ്ങൾ ഒരു പെയ്ഡ് വെർഷൻ അല്ലായിരുന്നെങ്കിൽ 40 മിനിറ്റിനുള്ളിൽ പോകില്ലായിരുന്നു. മറ്റു പല ആപ്ലിക്കേഷനിലും ലിമിറ്റ് ഉണ്ട് ടൈമിന്. പക്ഷേ ജിയോ മീറ്റിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ജിയോ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ഐഫോൺ ആണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോറിലും, ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും പോയിട്ട് അവിടെ സെർച്ച് ഓപ്ഷനിൽ ജിയോ മീറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നെയിം അവിടെ കാണിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ജിയോ മീറ്റ് ഫസ്റ്റ് ലിസ്റ്റിൽ വരും. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ആപ്ലിക്കേഷനിൽ നമുക്ക് സെയിം സൂം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചവർക്കറിയാം, അതിൻ്റെ സെയിം വിൻഡോ ആണ് ഇവിടെ നമുക്ക് ഇൻ്റർഫേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് മേളിലായിട്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നോർമലി ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാതെ മീറ്റിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സേഫ് മോഡ് ഡ്രൈവിംഗ് ആയാലും, അതേപോലെ ഓഡിയോ കണക്ട് ചെയ്യണോ വീഡിയോ കണക്ട് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് അതൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാതെ ഒരു ജോയിൻ മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ യൂസർ ഐ ഡി ആരാണോ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് അവർ തരുന്ന മീറ്റിംഗ് ഐ ഡിയുടെ കൊടുക്കുക. അതേപോലെ നമ്മളുടെ പേര് അവിടെ എൻ്റർ യുവർ നെയിം അവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഡോണ്ട് കണക്ട് ഓഡിയോ എന്ന ഓപ്ഷനും ടേൺ ഓഫ് മൈ വീഡിയോ എന്ന ഓപ്ഷനും എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയോ വീഡിയോ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ യൂസർ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കാനും നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് താഴെയുള്ള ഐ എഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡ് മുകളിലായിട്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ആവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. കാരണം നിങ്ങളുടെ ഇമെയിലിലേക്ക് കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ഇമെയിലിൽ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പോവുക. ഇമെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഇമെയിൽ വന്നിട്ടുണ്ട്. അതിനകത്തിൽ വെരിഫൈ എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. ആ ഒരു വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ അവൈലബിളായ ഒരു വെബ് ബ്രൗസറിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോയുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ റീഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിം ഓൾറെഡി ഉണ്ട്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി വെബ് ബ്രൗസർ നമ്മളെ സജസ്റ്റ് ചെയ്യും കുറച്ച് പാസ്വേഡ്. പക്ഷേ അത് ഭയങ്കര കട്ടി പാസ്വേഡ്, നമുക്ക് ഒരിക്കലും ഒന്നും ഓർക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഒരു പാസ്വേഡ് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ 8 ക്യാരക്ടർ മിനിമം വേണം, ക്യാപ്സ് ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അതേപോലെ ഡിജിറ്റ്സ് വേണം, സിമ്പിൾസ് വേണം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ അത് ഓക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് പാസ്വേഡ് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഒന്നുകൂടെ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആകത്തുള്ളൂ. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ
ഞാൻ ആദ്യം കൊടുത്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ഒന്നുകൂടെ അത് ഞാനിത് കൊടുക്കുന്നു. അപ്പം സെയിം നമ്മൾ തൊട്ട് മുമ്പ് അടിച്ച സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈലിലേക്ക് പോകും. നമുക്ക് 2 ഓപ്ഷൻ അവിടെ വരും. സ്റ്റാർട്ട് മീറ്റിംഗും ഉണ്ട്, ഗോ ടു മൈ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിലേക്ക് പോകാൻ പറ്റും. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മളുടെ ജിയോ മീറ്റിൻ്റെ പ്രൊഫൈൽ. അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങൾ കൊടുക്കുക. ഇതാണ് നമ്മളുടെ ആക്ച്വൽ പ്രൊഫൈൽ. ഇനി നമുക്കിനി ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് അവിടെ എങ്ങനെ യൂസർ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയാൽ അവിടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെ കൊടുത്ത പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സെയിം ക്യാരക്ടർ അവിടെ എത്ര പാസ്വേഡ് കൊടുത്തത് കൊടുക്കുക. എനിക്കൊരു പിന്നെയും തെറ്റ് പറ്റി, അതിലും കുഴപ്പമൊന്നുകൂടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് എൻ്റർ ആകാൻ പറ്റും. അപ്പോൾ ഞാനിത് കൊടുത്തു, ഇപ്പോൾ സൈൻ കൊടുത്തു, കറക്റ്റായിരുന്നു, എൻ്ററായി. അപ്പോൾ സൂം ഉപയോഗിച്ചവർക്ക് ഒരു സെയിം വിൻഡോ തന്നെ ഇവിടെ കാണാൻ പറ്റും. എന്നാലും നിങ്ങളുടെ എല്ലാവർക്കും പറയാം, ഇതിലൊരു സ്റ്റാർട്ട് എ ന്യൂ മീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, ജോയിൻ എ മീറ്റിംഗ് ഉണ്ട്, പ്ലാൻ എ മീറ്റിംഗ് ഉണ്ട്, ഷെയർ എ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ട് എ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീഡിയോ ഓൺ ഉണ്ട്, യൂസ് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി. എപ്പോഴും നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം മീറ്റിംഗ് ഐ ഡി വെച്ചിട്ട് നമുക്ക് എല്ലാത്തിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും പറ്റും. എല്ലാം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ഷഫിൾ ചെയ്ത് നമ്പർ വരും. ഇപ്പോൾ ജോയിൻ എ മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിംഗ് ഐ ഡി കൊടുത്ത് നമുക്ക് ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യാനും പറ്റും. അല്ല, പ്ലാൻ എ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് അത് സ്കെഡ്യൂൾ ചെയ്തിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ ഷെയർ സ്ക്രീൻ, നമുക്ക് ഒരു മീറ്റിങ്ങിൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് വാങ്ങിക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ചെയ്യാൻ പറ്റും. ഒരു വൈറ്റ് ബോർഡിൽ സ്ക്രീൻ നമുക്ക് സ്ക്രിബിൾ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ആഡ് കോൺടാക്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ താഴെ ലെഫ്റ്റ് സൈഡ് താഴെ പോയി കഴിഞ്ഞാൽ കോൺടാക്ട്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോൺടാക്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ആക്സസ് അവിടെ ചോദിക്കുന്നുണ്ട്. മൊബൈലിൽ ആരൊക്കെയുണ്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കോൺടാക്ട്സ് അവിടെ കാണിക്കും. അതേപോലെ ആഡ് കോൺടാക്റ്റ് എന്ന ഓപ്ഷൻ പോയി നമ്മൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്, ഇല്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അവിടെ ചില വന്നേനെ. അപ്പോൾ ഇമെയിൽ ഐ ഡി അവിടെ ഇല്ല. അപ്പോൾ നമുക്കത് സെർച്ച് ചെയ്യാം. ഇമെയിൽ ഐ ഡി രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡീസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തിട്ട് ആളിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വീഡിയോ ഓപ്പണായി വരും. വീഡിയോ ഓപ്പണായി വന്നിട്ട് നമുക്ക് അവിടെ പിന്നെ ഇതിനെപ്പറ്റി ഈ ഓപ്ഷൻസിനെ പറ്റി ഞാൻ പിന്നീട് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിൻഡോ വരുന്നത്. നമുക്ക് ലീവ് ചെയ്യാം. മീറ്റിംഗ് ലീവ് ചെയ്തിട്ട് പുറത്ത് വന്ന് പറഞ്ഞാൽ ഇനി സെൻഡ് ഇൻവിറ്റേഷൻ, നമുക്ക് സെൻഡ് ഇൻവിറ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് മീറ്റിംഗ് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാൻ ലിങ്ക്സ് വരും. വാട്സപ്പ് ആയാലും മറ്റ് മെസ്സഞ്ചറിൻ്റെ ആയാലും. അത് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലാണിത്. പ്രൊഫൈൽ നിങ്ങളുടെ യൂസർ നെയിമൊക്കെ ചേഞ്ച് അവിടെ കൊടുക്കാൻ പറ്റും. ആ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാനോ ഇവിടെ ചെയ്യാൻ പറ്റും. ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കാര്യം ജിപ്റ്റൈലും ഡോപ്റ്റൈലൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് താഴെ ചെയ്യാം. അതുപോലെ മീറ്റിംഗ് സെറ്റിങ്സ് നമ്മൾ മുമ്പേ പുറത്ത് കാണാം, അതേ മീറ്റിംഗ് സെറ്റിങ്സ് തന്നെയാണ്. അതേപോലെ ജിയോ മീറ്റിങ്ങിനുള്ള വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് അവിടെ റീസൺസ്, അത് നമുക്ക് ചോദ്യോത്തരങ്ങൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും ഒരു പുതിയ യൂസറിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ യൂസ് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെയിം എപ്പോഴും ഷഫിൾ ചെയ്യാതെ നമ്മുടെ കറൻ്റായിട്ട് നമ്മുടെ ആയിട്ടുള്ള പേഴ്സണൽ ഐ ഡി വെച്ച് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു മീറ്റിംഗ് ക്ലാസ് എന്തെങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രീന് വന്നു. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻ കാണാം. ലെഫ്റ്റ് സൈഡ് താഴെ മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോ
ചെയ്യുന്നത് നമ്മുടെ വീഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മൾ പുറത്തേക്ക് ഒരു മീറ്റിംഗ് നടക്കുക, നമ്മളൊരു ഡിബേറ്റ് നടക്കുകയാണ്, നമ്മുടെ സൗണ്ട് കേൾക്കേണ്ട. അതുപോലെ വീഡിയോ ആണെങ്കിൽ നമ്മളെ കാണേണ്ട ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒറ്റരാൾക്ക് നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ കൊടുക്കാൻ പറ്റും. പാർട്ടിസിപ്പൻസ് നമുക്ക് ആരൊക്കെ ഈ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് അറിയാൻ പറ്റും. അടുത്ത മുകളിൽ പോയി കഴിഞ്ഞാൽ ടേൺ ഓഫ് മാനുവൽ ഓഡിയോ ചാറ്റ് ഹെൽപ്പ് മീറ്റിംഗ് സെറ്റിങ്സിൽ പോവുക. മീറ്റിംഗ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലോക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോക്ക് മീറ്റിംഗിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മീറ്റിംഗ് ആൾക്കാരിൽ പാർട്ടിസിപ്പേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഐ ഡിയും പാസ്വേഡും അറിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡ് മേളിലുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസ് മാറ്റി കൊടുക്കാം. സൗണ്ട് ഇപ്പോൾ ലൗഡ് സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പീക്കറിലോ അല്ലെങ്കിൽ ഇയർഫോണിലോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അടുത്ത നിങ്ങളുടെ ബാക്ക് ക്യാമറ ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് ക്യാമറയിൽ ഓപ്പണായി വന്ന് പോയി അവിടെ മീറ്റിംഗ് ലീവ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങളുടെ ഹോം ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ ഒരു ആഡ് കോൺടാക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. നിങ്ങൾക്ക് റിക്വസ്റ്റ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇങ്ങോട്ട് വരുന്ന ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കാണിക്കുക, ആരെങ്കിലും ഇതിനോട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക്സ്.